ബീഹാറിലെ 6 കോൺഗ്രസ് എംഎൽഎമാർ എൻഡിഎയിലേക്ക് പോകുന്നുവെന്ന് സൂചന. കോൺഗ്രസ് പരിപാടികളിൽ നിന്ന് എംഎൽഎമാർ വിട്ടുനിൽക്കുന്നതോടെയാണ് അഭ്യൂഹം ശക്തമായത്. അതേസമയം എംഎൽഎമാർ പാർട്ടി വിടില്ലെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം പറഞ്ഞു. देखिए, हम शुभ दिन है आज. हम खरवास के आज के बाद से 12 बजे के रात से खरवास ख़त्म हो जाएगा. खरवास ख़त्म हो जाएगा तो हम समझते हैं कि खरवास में हर नई संगठनात्मक काम, नई ऊर्जा के साथ, नई सोच के साथ हम संगठन को मजबूत करेंगे और खरवास के बाद कई ऐसे बातें होंगी जो आपके बीच में हो. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ തന്നെ ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്നും. വിഷ്ണു തലവൂർ, ഈ എൻഡിഎയിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ബിജെപിയിലേക്ക് പോകുന്നു എന്നാണോ? കാരണം ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്നുള്ള ലൈൻ മാറിയപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ ബിജെപി തന്നെ ആവുകയാണ്. ബീഹാറിൽ കോൺഗ്രസിന് ഏറ്റവും വലിയ തിരിച്ചടിയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, ഈ ബിജെപിക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ തരത്തിലുള്ള എംഎൽഎമാരെ, എംപിമാരെ, മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ബീഹാറിൽ നടക്കുന്നതിൽ തള്ളിക്കളയാനാകില്ല. അവിടെ നിന്നും എംഎൽഎമാർ പോകുന്നില്ലെന്ന് പറയുന്നെങ്കിൽ പോലും വളരെ കൃത്യമായി തന്നെ കോൺഗ്രസിന്റെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനും കഴിയും. ബിജെപിയിലേക്ക് തന്നെയാണോ എംഎൽഎമാരുടെ പോക്ക്, കോൺഗ്രസ് എംഎൽഎമാരുടെ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം ഇത്തവണ ബീഹാറിൽ 61 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 6 സീറ്റ് മാത്രമാണ് ജയിക്കാനായത്. ആ 6 എംഎൽഎമാരുമാണ് ഇപ്പോൾ ബിജെപിയിലേക്ക്, എൻഡിഎ ക്യാമ്പിലേക്ക് പോകുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇത്തരം അഭ്യൂഹങ്ങളൊക്കെ തന്നെ ബീഹാറിൽ ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഈ എംഎൽഎമാർ, അവരുടെ 6 എംഎൽഎമാരും വിട്ടുനിൽക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസമാണ് മകരസംക്രാന്തിക്ക് മുന്നോടിയായിട്ടുള്ള ദഹിച്ചുര ചടങ്ങ് കോൺഗ്രസ് ഔദ്യോഗികമായി നടത്തിയത്. മുതിർന്ന നേതാക്കളടക്കം പങ്കെടുത്തിട്ടും കോൺഗ്രസിന്റെ 6 എംഎൽഎമാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല. ഇതിന് മുന്നേ ഇത്തരത്തിൽ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്നതിനെതിരെ ചർച്ച ചെയ്യാനായിട്ട് ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ 3 എംഎൽഎമാരായിരുന്നു പങ്കെടുക്കാതിരുന്നത്. എന്തായാലും ബിജെപി, എൽജെപി നേതാക്കളൊക്കെ തന്നെ പറയുന്നത് മകരസംക്രാന്തിക്ക് ശേഷം ബീഹാറിലെ കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ്. എംഎൽഎമാരൊക്കെ തന്നെ, കോൺഗ്രസിന്റെ 6 എംഎൽഎമാരും എൻഡിഎ ക്യാമ്പിലേക്ക് വരും എന്ന് തന്നെയാണ് ഇപ്പോൾ ബിജെപി, എൽജെപി നേതാക്കളൊക്കെ തന്നെ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളതും. എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് റാം രംഗത്ത് വന്നിട്ടുള്ളത്. ഈ തരത്തിൽ എംഎൽഎമാർ പാർട്ടി വിട്ടു പോകില്ലെന്നും കോൺഗ്രസ് ഒറ്റക്കെട്ടാണ് എന്നൊരു പ്രതികരണം രാജേഷ് റാം നടത്തുന്നുണ്ടെങ്കിൽ പോലും ഈ അടുത്ത ദിവസങ്ങളിൽ, അതായത് 14-15 ദിവസങ്ങളോടുകൂടി ഈ എംഎൽഎമാർ എൻഡിഎ ക്യാമ്പിലേക്ക് എത്തുന്നതിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് ബിജെപി ക്യാമ്പിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ശരി, വിഷ്ണു തലവൂരാണ് ബീഹാറിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും മകരസംക്രാന്തിക്ക് ശേഷം ബീഹാർ നിയമസഭയിൽ കോൺഗ്രസിന്റെ പ്രതിനിധികൾ, എംഎൽഎമാർ ഉണ്ടാകാൻ സാധ്യതയില്ല. 6 എംഎൽഎമാരും ബിജെപിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് വിഷ്ണു തലവൂർ പങ്കുവച്ചത്.